ഈ അമ്മയ്ക്ക് കണ്ണ് കാണത്തില്ല, രണ്ട് കണ്ണും കാണത്തില്ല. കണ്ണ് കാണാൻ ബുദ്ധിമുട്ടാണ്. കണ്ണ് കാണത്തില്ല, മെന്റലി പ്രശ്നമാണ്. അമ്മയ്ക്ക് ഓർമ്മയൊന്നുമില്ല. ഒത്തിരി വസ്തുവൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, പക്ഷെ എല്ലാം ആരോഗ്യം എഴുതി വാങ്ങിച്ച് കൊണ്ടുവന്ന. നമ്മൾ 9ാം വാർഡിൽ നിന്ന് കൊണ്ടുവന്ന അമ്മയാണ്. ജനറൽ ഹോസ്പിറ്റലിൽ 9ാം വാർഡില്. അമ്മയുടെ പേര് താമരാക്ഷിയാണെന്ന് മാത്രമേ അറിയാവൂ. വേറെ ഡീറ്റെയിൽസ് ഒന്നും അമ്മയെ പറ്റി നമുക്ക് അറിയത്തില്ല. സ്ഥലത്ത് അമ്മയ്ക്ക് ഓർമ്മയൊന്നുമില്ല, പക്ഷെ അമ്മയെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ആ അമ്മ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നമുക്ക് എടുക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല. ഈ പഞ്ചായത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അമ്മമാരാണ് കൂടുതലായിട്ടുള്ളത്. അതായത് ആരും ഇല്ലാത്ത അമ്മമാരുണ്ടല്ലോ, ആരും ഇല്ലാത്ത അമ്മമാര് ചിലര് ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ തനിച്ചായിരിക്കും താമസിക്കും. ഒരു അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ ഇവർ നല്ല വയലന്റ് ആവും. 100 രൂപ വരെ ഓരോ മാസവും നമ്മൾ അക്കൗണ്ടിൽ ഇട്ട് തരുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ വീട്ടുകാരെ അറിയിച്ചാലും വരത്തില്ല, നമ്മൾ തന്നെയാണ് അതും ചെയ്യുന്നത്. ഓരോ സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ് ഇവിടെ ഉള്ളത്. അവരാരെയും കൈവിട്ടിട്ടില്ല, എല്ലാവരെയും നല്ല രീതിയിൽ ആൾക്കാരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എത്ര അമ്മമാരുണ്ട്? ഇവിടെ ഇപ്പം ടോട്ടൽ 25 അമ്മമാരാണ് ഉള്ളത്. ഈ പഞ്ചായത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അമ്മമാരാണ് കൂടുതലായിട്ടുള്ളത്. അതായത് ആരും ഇല്ലാത്ത അമ്മമാരുണ്ടല്ലോ, ആരും ഇല്ലാത്ത അമ്മമാര് ചിലര് ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ തനിച്ചായിരിക്കും താമസിക്കുന്നത്. ചിലപ്പോൾ വാടക വീടായിരിക്കും. അങ്ങനെയൊക്കെ താമസിക്കുമ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് പഞ്ചായത്തിലൊക്കെ ആൾക്കാരെ അറിയിക്കും. അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. ഇതുപോലെ ഒരു സ്ഥാപനം, നമുക്ക് ഗൂഗിളിലൊക്കെ നമ്മുടെ സ്ഥാപനത്തിന്റെ നമ്പറുണ്ട്. അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി നോക്കുക, അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരും. കൂടുതലായിട്ടും നമുക്ക് ഇവിടെ സാധാരണ നോർമൽ അമ്മമാരാണ് ഉള്ളത്. ഈ BP, ഷുഗർ അതുപോലുള്ള അസുഖങ്ങളുള്ള അമ്മമാര്. അപ്പൊ മെന്റലി പ്രോബ്ലം ഉള്ളവരെ നമുക്ക് അധികം ഇങ്ങോട്ട് പറ്റത്തില്ല. കാരണം നമുക്ക് ഇതൊരു റെന്റിനുള്ള ഒരു ബിൽഡിംഗ് ആണ്. 25,000 രൂപ റെന്റിനാണ്. നമുക്ക് ഈ ഒരു വീടിന്റെ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അമ്മമാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനും ഇതുപോലെ മെന്റലി ഉള്ളവരുടെ മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു സ്പേസ് ഒന്നും നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ നോക്കിയതിന് ശേഷം നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ കൊണ്ടുവരും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്ഥാപനത്തിൽ ഏൽപ്പിക്കും അവരെ. പിന്നെ ഈ മക്കളുള്ളവരുണ്ട്, അവര് ഈ രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും നോക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് ആക്കാറുണ്ട്. ആക്കി കഴിഞ്ഞിട്ട് നോക്കുന്നവരും ഉണ്ട്, പിന്നെ നോക്കാത്തവരും ഉണ്ട്. പിന്നെ ഈ കുറച്ച് അമ്മമാർക്ക് മക്കളൊന്നുമില്ല, ഹസ്ബൻഡ് മരിച്ചു കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ ഒറ്റയ്ക്കായി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയും ആരെങ്കിലും ഒക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ അറിയിച്ചിട്ട് നമ്മളിവിടെ കൊണ്ടുവരാറ്. അങ്ങനെയാണ് ഇവിടെ അമ്മമാര് വരുന്നത്. ഈ ഒരു സൊസൈറ്റിയിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സ്പേസ് അങ്ങനെ ഉണ്ടോ? ബ്രാഞ്ച് ആണോ? ഇല്ല, നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഈ ഒരു വി ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ആദ്യം ഒരു ഹോം നേഴ്സിംഗ് സ്ഥാപനമായിരുന്നു. അപ്പം ഈ ആൾക്കാരെ ജോലിക്കൊക്കെ വിടുമ്പോൾ മെയിനായിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വയസ്സായ അമ്മമാരൊക്കെ വീട്ടിലുള്ളപ്പോഴത്തേക്കും അവർക്ക് ജോലിക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആശയം വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു അനാഥ മന്ദിരം ആക്കിക്കൂടാ എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് വന്നത്. ആദ്യം 1-2 അമ്മമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പം ടോട്ടൽ 25 അമ്മമാരുണ്ട്. ഒത്തിരി ആൾക്കാർ വന്നിട്ട് പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേറെ നമുക്ക് പ്രോബ്ലം ഒന്നും തോന്നത്തില്ല. ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ മെന്റലി പ്രശ്നമായിരിക്കും. വരുന്നവരെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് ഒക്കെ കൊടുത്തു കൊണ്ടുവരുമ്പോൾ അതിന്റെ മയക്കമായിരിക്കും ഇവർക്ക്. അപ്പം നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ ഇവർ നല്ല വയലന്റ് ആവും. അങ്ങനെയുള്ളവരെ മാക്സിമം നമ്മൾ തിരിച്ചു പറഞ്ഞു വിടും. അങ്ങനെ 10, 40, 50 പേരുണ്ടായിരുന്നിടത്തു നിന്നാണ് ഇതുപോലെ നോർമൽ ആയിട്ടുള്ള കുറച്ച് അമ്മമാർ മാത്രമേ ഇപ്പൊ 25 പേരുള്ളത്. മെന്റലി പ്രശ്നമുള്ളവരെ ഇവിടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് ഒരു ബിൽഡിംഗ് സ്വന്തമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ. നമുക്ക് ലീഗലി പ്രശ്നമൊന്നുമില്ല, ലീഗലി ഒരു പ്രശ്നവുമില്ല. ലീഗലി നമുക്ക് ഏത് രീതിയിലുള്ള അമ്മമാരെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമുക്ക് ഇവിടുത്തെ സാഹചര്യം കൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്. അതായത് ഇപ്പൊ ഈ ഒരു ബിൽഡിംഗ് കണ്ടിട്ട് ഇവിടെ ഒരു വീടാണിത്, ഒരു വീടാണ്. അപ്പൊ വേറെ ഹാളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഒരു റൂമിൽ താമസിക്കുന്നതിന് 3-4 അമ്മമാരെ നമ്മൾ ഒരു റൂമിലാണ് കിടത്തുന്നത്. അപ്പൊ അവിടെ ഒരു മെന്റലി പ്രശ്നമുള്ള ഒരാളിനെ കൊണ്ട് നമ്മൾ കിടത്തി കഴിഞ്ഞാൽ BP, ഷുഗർ ഉള്ള അമ്മമാരാണ്. അവർക്ക് രാത്രി ഉറക്കാൻ പറ്റത്തില്ല. അപ്പം അവർക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഇല്ല. അതായത് നമുക്കിനി സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് വെക്കണം. അപ്പോൾ നമുക്ക് ആ രീതിയിൽ എല്ലാ രീതിയിലുള്ള അമ്മമാരെയും അച്ഛന്മാരെയും, ഒത്തിരി അച്ഛന്മാർ വരുന്നുണ്ട് എടുക്കുമെന്ന് ചോദിച്ചിട്ട്. നമുക്കിപ്പോ അതിനും പറ്റുന്നില്ല. ഒരു ബിൽഡിംഗിന് അച്ഛനും അമ്മമാരെയും പറ്റത്തില്ല. അത് ലീഗലി അങ്ങനെ ഇടാൻ പാടില്ല. ലീഗലി അങ്ങനെയുണ്ട്. 2 ഇടാം. ഇതുപോലെ ഒരു ബിൽഡിംഗ് ഇപ്പൊ ഒരു ഹാള് പോലെയാണെന്നുണ്ടെങ്കിൽ താഴത്തെ നിലയിൽ അമ്മമാരും സെപ്പറേറ്റ് പോർഷൻ മിക്സഡ് ആയിട്ട് പറ്റത്തില്ല. അതിനുള്ള പെർമിഷൻ നമുക്കില്ല. നമുക്കിപ്പോ ലീഗലി ഉള്ളത് അമ്മമാരെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് വെച്ചതിന് ശേഷം അച്ഛന്മാർക്കും കൂടെ ഉള്ള പെർമിഷൻ എടുത്ത് നടത്തണം. കുഞ്ഞുങ്ങളെയോ എങ്ങനെ വേണമെങ്കിൽ പല രീതിയിലുള്ള അസുഖമുള്ള ആൾക്കാരുണ്ടല്ലോ, അമ്മമാർ ഓട്ടിസം പോലെ ബാധിച്ച ആ രീതിയിലുള്ള ഏത് വേണമെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് വേണം. അതിനുശേഷം വേണം നമുക്ക് ഇതിനൊക്കെ ഉള്ള ഒരു ലൈസൻസ് എടുക്കാനായിട്ട്. ഇവിടെ ഇപ്പം നിലവിൽ എത്ര സ്പേസ് ഉണ്ട്, റൂമും കാര്യങ്ങളും? ഇവിടെ ഇപ്പം ടോട്ടൽ 4 റൂമുണ്ട്. ഇപ്പൊ ഈ 3 നിലയാണ് ഇവിടെ. ഏറ്റവും താഴത്തെ നിലയിലാണ് ഞാൻ പറഞ്ഞില്ലേ ഫുൾ ടൈം ഹസ്ബൻഡും വൈഫും മക്കളും ഇവിടെ ഉണ്ട്. അവർ താഴത്തെ നിലയിൽ താമസിക്കും. ഈ 2 നിലയിലായിട്ടാണ് അമ്മമാരുള്ളത്. അപ്പം താഴെ ഇപ്പൊ ഹാളിൽ ആൾക്കാർ വന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു സ്പേസിൽ നമുക്ക് ആരെയും കിടത്താൻ പറ്റത്തില്ല. താഴെ 2 റൂം, അതിൽ ഒരു റൂമിൽ 3 പേരായിട്ട് 6 പേരാണ്. മുകളിൽ ഹാളിൽ
ഫുൾ അമ്മമാരാണ്. ബെഡ് ഇട്ടിട്ട് കിടത്തിയിട്ടുണ്ട്. പിന്നെ 2 റൂമിലായിട്ടും കിടത്തും. ഇത് കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ കുണ്ടമൻ കടവ് വന്നിട്ട് ശങ്കരൻ നായർ റോഡ് കയറി വരണം. കുണ്ടമൻ കടവ് പാലം കഴിഞ്ഞ് ക്ഷേത്രവും കഴിഞ്ഞ് വന്നിട്ട് ശങ്കരൻ നായർ റോഡ് കയറി വരണം. വി ഹെൽപ്പ് എന്ന പേരിൽ തന്നെയാണ് അറിയുന്നത്. വി ഹെൽപ്പ് എന്ന് തന്നെയാണ് പേര്. വി ഹെൽപ്പ് ചാരിറ്റബിൾ സൊസൈറ്റി. വേറെ എവിടെയും ബ്രാഞ്ചുകളോ ബ്രാഞ്ചൊന്നുമില്ല. ഈ ഒരു ബ്രാഞ്ച് തന്നെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് 2-3 ചേട്ടന്മാരുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു സോഷ്യൽ വർക്ക് പോലെ നമ്മളെ സ്ഥാപനം ഒത്തിരി ഉള്ളിലോട്ടായതുകൊണ്ട് അധികം ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പൊ ഇവര് നമുക്ക് ഹോം ടു ഹോം പോയിട്ട് അവരെ കൊണ്ട് പറ്റുന്ന ഒരു ഫണ്ട് കളക്ട് ചെയ്ത് നമ്മളെ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് അന്നദാനങ്ങളൊക്കെ കിട്ടാറുണ്ട് കുറച്ചൊക്കെ. അതായത് ഈ ആണ്ട്, ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോകുമ്പോഴത്തേക്കും കാര്യങ്ങൾ അമ്മമാരെ കാണിക്കും. അതും പോയിട്ട് ഡൗട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ വിളിച്ച് അമ്മമാരെ കാണിച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് വിശ്വാസമാവുമല്ലോ. അപ്പൊ അങ്ങനെ അവരെന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ വന്ന് അമ്മമാരെ കണ്ട് അവർക്ക് വേണ്ടി ഫുഡ് സ്പോൺസർ ചെയ്യാറുണ്ട്. ക്യാഷ് അടച്ചിട്ട് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ചിലർ കൊണ്ടുവരാറുണ്ട്. നമുക്കിവിടെ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം അമ്മമാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാനോ, അതായത് ഒരാഴ്ച മുന്നെങ്കിലും നമ്മൾ അറിയിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ചിലപ്പോൾ വേറെ അന്നത്തെ ദിവസത്തിലേ ഇപ്പോൾ ഇന്ന ഡേറ്റ് ഒരു 10-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ അന്ന് ചിലപ്പോൾ ഒരു ബർത്ത്ഡേ ഉണ്ടെന്ന് വിചാരിച്ചു. ചിലപ്പോൾ വേറെ ആരെങ്കിലും ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്യും. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. 2 കസ്റ്റമർ നമുക്ക് ഒരുമിച്ച് അങ്ങനെ വരത്തില്ലല്ലോ. അപ്പോൾ ഒരാഴ്ച മുന്നെങ്കിലും നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസത്തത് നമ്മൾ ബ്ലോക്ക് ചെയ്യാതെ ആ ദിവസം വച്ചേക്കും. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് അത് ഇവരുടെ അടുത്ത് ചോദിച്ചിട്ട് പിന്നെ നമ്മൾ മാറ്റി കൊടുക്കും. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഡിന്നർ ആണോ ഏത് നേരം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇപ്പോൾ ഒരാൾ ലഞ്ചിനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് നടത്താൻ പറയും, അല്ലെങ്കിൽ ഡിന്നർ നടത്താൻ പറയും, ഏതെങ്കിലും നടത്തും. ഭക്ഷണം അല്ലാതെ സാമ്പത്തികമായിട്ടൊരു ഹെൽപ്പ് കൂടി ആണ്. നല്ല ബുദ്ധിമുട്ടിലാണ്. കാരണം സ്റ്റാഫുകൾക്കെല്ലാം സാലറി കൊടുക്കണം. 25,000 രൂപ റെന്റിനാണ്. അപ്പൊ നമുക്ക് വേറെ വരുമാനം എന്ന് പറയുന്നത് ഈ അമ്മമാർക്കുള്ള 2,000 രൂപ പെൻഷൻ, അതും എല്ലാ അമ്മമാർക്കും ഇല്ല. മുകളിൽ കിടക്കുന്ന മെന്റലി പ്രശ്നമുള്ളവരെയൊക്കെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ അവർ ആധാർ മാത്രമേ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അവർക്ക് അങ്ങനെ പെൻഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഈ 2,000 രൂപ പെൻഷൻ അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള വരുമാനവും നമുക്കിപ്പോ ഇല്ല. അതിനുശേഷം നമ്മൾ കുറച്ച് ലിക്വിഡ് ലോഷൻസ് ഒക്കെ ഉണ്ടാക്കി ഈ വർക്കിന് പോകുന്നവരുടെ കയ്യിൽ കൊടുത്ത് വിറ്റു തുടങ്ങി. പക്ഷെ അതിലും വലിയ നേട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതും ഇപ്പൊ നടത്തുന്നില്ല. അതുകൊണ്ട് ഇപ്പം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവര് അതും ചെയ്യണം. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ സ്ഥാപനം നടത്തുന്നത് അനു എന്നാണ് പേര്. അനു എം എന്നാണ് സാറിന്റെ പേര്. അതാണ് ചെയർമാൻ. നമ്മളെ ചെയർമാനാണ് അനു എം. സാറിന്റെ പേര് തന്നെയാണ് പറയുന്നത്. എന്റെ പേര് ആതിര. ഞാൻ ഇവിടുത്തെ സൂപ്പർവൈസറാണ്. സൂപ്പർവൈസറാണ് എന്റെ സ്ഥാനം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ ഓരോ സ്ഥാനമുണ്ട്. പ്രസിഡന്റ്, സെക്രട്ടറി. പ്രസിഡന്റ് ചെയർമാനുമായിട്ടാണ് അനു എം. ഞാൻ സൂപ്പർവൈസർ സ്ഥാനത്തിലാണ് ആതിര. ഞാൻ മാനേജ്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഈ വർക്കിന് പോകുന്നത് കൊണ്ട് ഏകദേശമുള്ള ആൾക്കാർക്ക് സ്ഥാപനത്തിനെ പറ്റി ഇപ്പൊ അറിയാം. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം സുപരിചിതം അല്ല. അതായത് കുറെ ഉള്ളിലോട്ടുള്ള ആൾക്കാർക്കൊക്കെ വരുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണ്. കൂടുതൽ ആൾക്കാരും കേട്ടും പരിചയമുണ്ട്. അതായത് വർക്കിനൊക്കെ പോയിട്ടേ പറയുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർക്ക് അറിയാം. നമ്മളൊരു കോള് വിളിക്കുമ്പോഴൊക്കെ തന്നെ ഒത്തിരി ആൾക്കാർ പരിചയമുണ്ടെന്ന് പറയാറുണ്ട്. അതും പോയിട്ട് ഗൂഗിളിലൊക്കെ ആൾക്കാർ സെർച്ച് ചെയ്ത് നോക്കും. അതുപോലെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, അറിഞ്ഞു വരുന്നുണ്ട്. ഏത് തരത്തിലുള്ള സഹായമായാലും നമുക്കൊരു കൊണ്ടുവരും ആൾക്കാരെ ഈ ഡ്രസ്സ്. അപ്പം നമ്മുടെ അടുത്ത് ഇതുപോലെ ഫുഡൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ അവർക്ക് ഫുഡിനുള്ള ഒരു ഇത് കാണത്തില്ല. അപ്പൊ നമ്മളോട് ചോദിക്കും അമ്മമാർ ഏത് രീതിയിലുള്ള ഡ്രസ്സാണ് ഇടുന്നതെന്ന് ചോദിക്കും. ഇവിടെയുള്ള അമ്മമാർ കൂടുതലായിട്ട് നൈറ്റിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നൈറ്റി ഇടാത്ത അമ്മമാര് കൈലിയും തോർത്തും ഉപയോഗിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എണ്ണം പറഞ്ഞു കൊടുക്കും, സൈസ് നൈറ്റിയുടെ സൈസ് പറഞ്ഞു കൊടുക്കും. അങ്ങനെയും കൊണ്ടുവരാറുണ്ട്, ഡ്രസ്സ് കൊണ്ടുവരാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ്, പാല്, പിന്നെന്ന് വെച്ചാൽ മെയിനായിട്ട് പലചരക്ക് സാധനങ്ങൾ. ഇപ്പൊ ഒരു ചാക്കാരി, അങ്ങനെയൊക്കെ ഏത് രീതിയിലും നമ്മൾ എന്താണെങ്കിലും നമ്മൾ സ്വീകരിക്കും. അരിയോ ഈ അന്നദാനം തന്നെ നടത്തണമെന്നില്ല. ഒരു ചാക്ക അരി എടുത്തുകൊണ്ട് വരും, ചിലര് പലവ്യഞ്ജന സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊണ്ടുവന്ന് വരും. ഏത് രീതിയിലായിരുന്നാലും നമ്മൾ എല്ലാം അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ചെറുതോ വലുതോ എന്നല്ല, നമുക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു അന്നദാനം നടത്തിയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഈ വർഷം കോൺടാക്ട് ചെയ്യും. അപ്പൊ അവർക്ക് ചിലപ്പോൾ അതിനുള്ള സാമ്പത്തികം കാണത്തില്ല. അപ്പൊ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നത് പോലെ ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിലും വൈകിട്ട് ഒരു ചായയും കടിയും കൊടുക്കാനും നമുക്ക് ഡെയിലി നല്ല ക്യാഷ് ആവും. അപ്പൊ അതിൻ്റെതായിട്ട് ഒരു 500 രൂപ അത്രയും. അങ്ങനെ നമ്മൾ ഇന്നത് വേണം, ഒരുപാട് തുക വേണം, അങ്ങനെ നമ്മൾ പറയാം. എന്തായാലും 100 രൂപ വരെ ഓരോ മാസവും നമ്മൾ അക്കൗണ്ടിൽ ഇട്ട് തരുന്ന ആൾക്കാരുണ്ട്. അതായത് അവര് ജോലി ചെയ്യുന്നതിന്റെ ഒരു പങ്ക് ഒരു 100 രൂപയായിരിക്കാം. അത് കറക്റ്റ് ആയിട്ട് ഇട്ട് തരുന്ന ആൾക്കാരും നമുക്കുണ്ട്. അതും നമുക്ക് വലുതാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു വരുമാനം ഇല്ലാതിരിക്കുവാണ്. അപ്പൊ നമുക്ക് ആ ഒരു 100 രൂപ നമുക്ക് വലുതാണ്. നമുക്കിത് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എക്സ്പെൻസ്. ഇതിനൊക്കെ തന്നെയാണ് നമ്മൾ ഈ സാലറിക്കായിരുന്നാലും ഈ അമ്മമാരുടെ കാര്യമായിരുന്നാലും പിന്നെ പെട്ടെന്ന് ഇവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാലും നമ്മള് ഇവരുടെ വീട്ടുകാരെ അറിയിച്ചാലും വരത്തില്ല. നമ്മൾ തന്നെയാണ് അതും ചെയ്യുന്നത്. അപ്പൊ ഒരു അമ്മയ്ക്ക് ഇപ്പം കഴിഞ്ഞ മാസം 50,000 രൂപയിൽ കൂടുതലായി. ആൾക്ക് തലയ്ക്ക് ഒരു ക്ലോട്ടിങ് ആയിരുന്നു, ബ്ലഡിന്റെ. അങ്ങനെ ഞാൻ തന്നെയാണ് 4 ദിവസം ഹോസ്പിറ്റലിൽ ഇരുന്നത്. ഫുള്ള് ഞാൻ തന്നെയാണ് 4 ദിവസം ഇരുന്ന് സർജറി ചെയ്ത് തിരിച്ച് വീണ്ടും 2 ദിവസം ഞാൻ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഒരാഴ്ച
ഹോസ്പിറ്റലായിരുന്നു. നമ്മൾ തന്നെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതായത് ഒരു സ്റ്റാഫായിട്ടല്ല നമ്മള്, സ്റ്റാഫ് അല്ല, നമ്മൾ ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. നമ്മൾ ആരും സ്റ്റാഫായിട്ടല്ല, എല്ലാവരും വീടും അമ്മമാരും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ സ്ഥാപനത്തിന്റെ ഫോൺ നമ്പർ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടെ? ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെങ്കിലും കണ്ട് ആരെങ്കിലും നമ്മളെ സഹായിക്കാതെ നമുക്കിപ്പോ അത്രയും നല്ലതാണ്. ഒരു റൂമില് 3 ബെഡായിട്ട്, ഈ റൂമിൽ 3 ബെഡ് ഇടാൻ പറ്റത്തുള്ളൂ. 3 ബെഡ് 3 പേർക്കും അത്യാവശ്യം ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം, ബാത്റൂം ഒക്കെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെ എല്ലാം. പിന്നെ അവരുടെ ഫുഡൊക്കെ നമ്മൾ അവരുടെ സ്പേസിൽ കൊണ്ടുവന്ന് കൊടുക്കും. അതായത് കാലൊക്കെ വയ്യാത്ത അമ്മയാണ്, ഈ അമ്മയ്ക്കായിരുന്നു കഴിഞ്ഞാൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അന്നദാനം എന്തെങ്കിലും വരുമ്പോൾ മാത്രം അവരും കൂടി ഫുഡ് കഴിക്കാൻ വരുമ്പോൾ അവർക്ക് ആഗ്രഹമാണ് അമ്മമാരുടെ കൂടെ ഇരുന്ന് കഴിക്കണം. അപ്പൊ മാത്രം നമ്മൾ ഡൈനിങ് ടേബിളിൽ വിളിക്കും. അല്ലാത്ത നോർമൽ ഡേയ്സിലെല്ലാം ഇവിടെ അവരുടെ ബെഡിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഇവിടെ താഴെ 2 റൂമും പിന്നെ മുകളിലാണ്. ഇപ്പൊ നിലവിൽ ചെറിയ സ്പേസേ ഉള്ളൂ. അതെ, ഇവിടെ 2 റൂം ഓപ്പൺ ആയിട്ട് അങ്ങനെയാണോ? 2 റൂമും 2 റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടെ ഹാൾ കിടക്കുന്ന അമ്മമാർ 2 റൂമിലായിട്ട് ബാത്റൂമിലൊക്കെ റൂമിൽ തന്നെ പോകും. ഇവിടെ അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിൽ. പക്ഷെ നമുക്ക് ഇവിടെ ഇത്രയും സ്പേസിൽ അമ്മമാർക്ക് ആ അമ്മ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നമുക്ക് എടുക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല. പക്ഷെ ഇവിടെ ബെഡും ഇല്ലേ, അപ്പൊ അഡ്ജസ്റ്റ് ചെയ്താണ് അവിടെ ഇപ്പൊ ഒരു ബെഡ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മളും കൂടെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ സ്ഥാപനത്തിൽ ഇതുപോലത്തെ ഒരു സൗകര്യം ചിലപ്പോൾ കിട്ടത്തില്ല. ഇവിടെ എന്ന് വെച്ചാൽ ഒന്നിനും റെസ്ട്രിക്ഷൻസ് ഇല്ല. ഓരോ സ്ഥാപനത്തിൽ ആ ഫുഡ് കഴിക്കുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ ഇരിക്കുന്നതിനാണെങ്കിലും TV കാണുന്നതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ, ഇവിടെ ഒന്നും തന്നെ ഇല്ല. അവർക്ക് സ്വതന്ത്രമായിട്ട് ഫോണുള്ള അമ്മമാർക്ക് ഫോൺ യൂസ് ചെയ്യാം. വേറെ സ്ഥാപനങ്ങൾ അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ അമ്മമാർക്ക് ഫോൺ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം, TV കാണാം, താഴെ ഇറങ്ങി വരാം, കിച്ചണിലാണെങ്കിലും അവർക്ക് ഇഷ്ടം. അത്രത്തോളം ഫ്രീ ആയിട്ടാണ് ഇവിടെ ബാലചന്ദ്രൻ അടുത്ത ടീച്ചറായിരുന്നു മലയൻകീഴ് സ്കൂളോ? അമ്മയുടെ പേരെന്തായിരുന്നു? രാജേശ്വരി. ശരി. നമ്മൾ 9ാം വാർഡിൽ നിന്ന് കൊണ്ടുവന്ന അമ്മയാണ്, ജനറൽ ഹോസ്പിറ്റലിൽ 9ാം വാർഡില്. അമ്മയുടെ പേര് താമരാക്ഷിയാണെന്ന് മാത്രമേ അറിയാവൂ. വേറെ ഡീറ്റെയിൽസ് ഒന്നും അമ്മയെ പറ്റി നമുക്ക് അറിയത്തില്ല. ആധാറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ കുന്നത്തുകാല് പഞ്ചായത്തിലുള്ളതാണെന്ന് ഹോസ്പിറ്റലിൽ ലെറ്റർ പേഡിൽ എഴുതിയിട്ടുണ്ട്. അത്ര മാത്രമേ അറിയാവൂ. നമുക്ക് അന്വേഷിച്ച് തിരക്കാനൊന്നും നമുക്കിപ്പോ അന്വേഷിച്ച് തിരക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി അമ്മയെ നമുക്ക് ഒരിടത്തും പറഞ്ഞു വിടാനായിട്ടില്ല. നമുക്കിപ്പം അത് പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്ന്, വാർഡിൽ നിന്ന് കൊണ്ടുവന്ന് പഞ്ചായത്ത് അവര് തന്നെയാണ് കൊണ്ടുവന്നത്. 9ാം വാർഡിലുള്ളവർ പഞ്ചായത്തിൽ അറിയിക്കും. അപ്പൊ അവര് ഏതാണോ നമുക്ക് പറ്റുന്ന അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്, അമ്മയ്ക്ക് ഓർമ്മയൊന്നുമില്ല, പക്ഷെ അമ്മയെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സ്വന്തം കാര്യമല്ല, അമ്മ എന്നെ തനിയെ ചെയ്യും. പിടിച്ച് നമ്മൾ ബാത്റൂമിൽ കൊണ്ടുവന്ന് ആക്കണത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അവർ തനിയെ പോകണം. പക്ഷെ ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും സ്വന്തം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ തുണി നനയ്ക്കാനൊക്കെ ഇവിടെ ആളുണ്ട്. പിന്നെ നമ്മൾ അന്വേഷിക്കാൻ പോയിട്ടില്ല, അന്വേഷിച്ചിട്ടും കാര്യമില്ല. എനിക്ക് മനസ്സിലായി. എനിക്കിത് ആദ്യം അതിന്റെ എന്താണെന്ന് എനിക്ക് കാര്യം പിടിയിട്ടില്ല, പിന്നീട് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അമ്മയ്ക്കും അങ്ങനെയാണ്. ഹസ്ബൻഡും മക്കളും ഒക്കെ 30 വർഷത്തിൽ കൂടുതലായി മരിച്ചിട്ട്. അപ്പൊ അമ്മ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. പിന്നെ ചേച്ചിയുടെ കൂടെ ആയിരുന്നു. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റാണ് കൊണ്ടുവന്നാക്കിയത്. അങ്ങനെ സ്റ്റേഷനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും. പിന്നെ മക്കളുള്ളവരിപ്പം കണ്ടില്ല ഒരാൾ വന്നിട്ട് പോയത്. അത് വീട്ടില് വൈഫും അമ്മയായിട്ട് ശരിയാവത്തില്ല. അപ്പൊ അതിന്റെ ഇടയിൽ കിടന്ന് ഇവർക്ക് ബുദ്ധിമുട്ടാണ് രണ്ടുപേരും. അങ്ങനെ കൊണ്ടുവന്നാക്കിയിട്ട് പോയതാണ്. ഇടയ്ക്ക് കാണാൻ വരും. ഓരോ സാഹചര്യത്തിൽ നിന്നും ഓരോ സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ് ഇവിടെ ഉള്ളത്. അവരാരെയും കൈവിട്ടിട്ടില്ല. എല്ലാവരെയും നല്ല രീതിയിൽ ആൾക്കാരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ അമ്മയ്ക്ക് പെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഉള്ളവര് കുറച്ചുപേരെ ഉള്ളൂ. ആ റൂമിൽ കിടക്കുന്ന അമ്മമാർക്ക് ഇല്ല. എന്നിട്ടാണ് നമ്മൾ അങ്ങനെ നോക്കിയല്ല എടുക്കുന്നത്. നല്ല രീതിയിലാണ് അവർ നോക്കുന്ന കാര്യങ്ങളും. ഇതൊക്കെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ ചെന്ന് നിന്ന് ഈ അമ്മയായിരുന്നു അനുഭവങ്ങളുണ്ടായതുകൊണ്ടാണ്. അതെ, ഇവിടെയും വീട് പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കോ കൊണ്ട് അവർ തമ്മിൽ പരസ്പരം. നമ്മൾ പിന്നെ കൂടുതലായിട്ട് ഇടപെടാൻ പോകത്തില്ല. നമ്മൾ ഇടപെടുമ്പോ അത് വലിയ വഴക്കായി പോകും. അവര് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും. ഈ റൂമിലാണ് ഞാൻ പറഞ്ഞ മെന്റലി കുറച്ച് പ്രശ്നമുള്ളവരാണ്. അമ്മയുടെ പേര് പറഞ്ഞു കൊടുക്ക്. അമ്മ കട്ടിലൊന്നും കിടക്കത്തില്ല, തറയിൽ ഇങ്ങനെ കിടക്കത്തുള്ളൂ. തണുപ്പ് പ്രശ്നമല്ല. അല്ല, അമ്മ അങ്ങനെ കിടന്ന് ശീലിച്ചതായിരിക്കും. അമ്മയ്ക്ക് അതൊന്നും പ്രശ്നമല്ല. പക്ഷെ കട്ടിലിൽ കിടത്തുന്നത് ഇഷ്ടമല്ല, തുണി ഇരിക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ ഇരിക്കണം. പേര് പറഞ്ഞു കൊടുക്കും അമ്മയുടെ. രാജീവ് ഗാന്ധി. പോട്ടെ, അമ്മ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. MBBS കഴിഞ്ഞോ? ഡിഗ്രി. ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ ആരാണ്? അതൊരു അമ്മ. ഈ അമ്മയ്ക്ക് കണ്ണ്
കാണത്തില്ല, 2 കണ്ണും കാണത്തില്ല, കണ്ണ് കാണാൻ ബുദ്ധിമുട്ടാണ്. കണ്ണ് കാണത്തില്ല, മെന്റലി പ്രശ്നമാണ്. അമ്മയ്ക്ക് ഓർമ്മയൊന്നുമില്ല. അമ്മയുടെ ഹസ്ബൻഡിനെ നോക്കിയിരിക്കുവാണ് ഇപ്പോഴും. ആള് കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആസാമിൽ പോയി ജോലിക്കെന്ന് പറഞ്ഞിട്ട് പോയി. ആള് ഇതുവരെക്കും തിരിച്ചു വന്നിട്ടില്ല. അമ്മ ഇത്രയും വർഷം കഴിഞ്ഞതൊന്നും ഇതുവരെക്കും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അമ്മ ആള് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ അമ്മ? അടുത്ത മാസം വരുമല്ലേ അമ്മ? ചിങ്ങമാസത്തിൽ വരും ഹസ്ബൻഡ്. ഒത്തിരി വസ്തുവൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, പക്ഷെ എല്ലാം ആരോഗ്യം എഴുതി വാങ്ങിച്ച് സാഹചര്യങ്ങൾ മോശമാവാറുണ്ടല്ലോ. ഓരോരുത്തർക്കും ഓരോ സാഹചര്യവും. ഈ അമ്മയുടെ മോൻ ശബരിമലയില് ദേവസ്വം ബോർഡിൽ ജോലിയുള്ള ആളാണ്. ആള് വിളിക്കാറുണ്ട്, വന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഫുഡിനുള്ള ടൈം. അതെ, ഫുഡിന്റെ ടൈം. ശരിയാണ്. ഈ ചേച്ചി സ്റ്റാഫാ? ചേച്ചിയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫുൾ ടൈം കാണുമോ? ഫുൾ ടൈം.